വെൽക്കം ബാക്ക് ടു ആൻമിയ ട്രാവൽ ടെക്. ഇന്നൊരു കിടിലൻ സ്പോട്ടിലേക്കാണ് ഇന്നത്തെ എൻ്റെ യാത്ര. കോഴിക്കോട് ജില്ലയിലെ ബാലുശ്ശേരിക്കടുത്തുള്ള ഒരു കിടിലൻ സ്പോട്ടിൽ നിന്ന് അങ്ങ് ദൂരെയുള്ള അറബിക്കടൽ കാണാം എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു കേട്ടുകേൾവി വന്നിരുന്നു. അത് അന്വേഷിച്ചിട്ടുള്ള എൻ്റെ ഒരു യാത്രയാണിത്. അറബിക്കടൽ കാണുക മാത്രമല്ല, നമ്മുടെ നിൽക്കുന്ന നിൽപ്പിന് തൊട്ട് താഴെ നിന്ന് മഴ പെയ്യുന്നത് വരെയും കാണാം. ഒരു ഭാഗത്ത് മഴയും മറുഭാഗത്ത് നല്ല വെയിലുമുള്ള ഒരു അന്തരീക്ഷവും കാണാം എന്ന് പറഞ്ഞുകൊണ്ടാണ് എൻ്റെ സുഹൃത്ത് കൊണ്ടുപോകുന്നത്. കൂടാതെ ഭാഗ്യമുണ്ടെങ്കിൽ ആലിപ്പഴം, അതായത് മഴ പെയ്യുമ്പോൾ ചില പ്രദേശങ്ങളിൽ ഐസ് കട്ട വീഴാറുണ്ട്, അതും കാണാം എന്ന് പറഞ്ഞുകൊണ്ടാണ് എൻ്റെ സുഹൃത്ത് ഇന്ന് കൊണ്ടുപോകുന്നത്. എങ്ങോട്ടേക്കായിരിക്കും ആ യാത്ര? മുന്നോട്ടേക്ക് യാത്ര ചെയ്തപ്പോൾ എൻ്റെ സുഹൃത്ത് ഷമീർ കാണിച്ചു തന്ന കാഴ്ച ഇതായിരുന്നു. നിരവധി വാഹനങ്ങൾ ഇവിടെ പാർക്ക് ചെയ്യുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. പിന്നീട് അന്വേഷിച്ചപ്പോഴാണ് എൻ്റെ സുഹൃത്ത് പറഞ്ഞത്, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണെന്ന് എനിക്ക് ബോധ്യം വന്നു. എന്നാൽ ശരി, ഒന്ന് പോയി കണ്ടു കളയാം. അതെ, കോഴിക്കോടിന് സ്വന്തം മീശപ്പുലി മലയിലേക്കാണ് എൻ്റെ യാത്ര. ഇന്നത്തെ എൻ്റെ സഹയാത്രികൻ ഷമീർ കട്ടിപ്പാറ എന്ന് പറഞ്ഞ സുഹൃത്താണ്. അദ്ദേഹത്തിൻ്റെ കൂടെയാണ് യാത്ര. ഇവിടെ നിന്നാണ് മീശപ്പുലി മലയുടെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ്. ഈ കാണുന്ന ഭാഗങ്ങളെല്ലാം വളരെ മനോഹരമായ കാഴ്ച തന്നെയാണല്ലോ നിങ്ങൾക്ക് നൽകുന്നത്. എന്നാൽ ഏകദേശം 2 കിലോമീറ്ററോളം ചെങ്കുത്തായ കയറ്റം കയറി വേണം ഈ പറഞ്ഞ മീശപ്പുലി മലയുടെ വ്യൂ പോയിന്റിൽ എത്താൻ. നിരവധി പേർ മീശപ്പുലി മലയുടെ വ്യൂ പോയിന്റിൽ കയറി താഴെ ഇറങ്ങി വന്ന് വിശ്രമിക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ഏതു സമയവും കാലാവസ്ഥ മാറി മനുഷ്യനെ ഭയപ്പെടുത്തുന്ന ഒരു ഇടവും കൂടിയാണ് എന്ന് എൻ്റെ സുഹൃത്ത് പറഞ്ഞപ്പോൾ തന്നെ ഒരു ഭയം തോന്നി. എന്നിരുന്നാലും നിരവധി ആളുകൾ മലയിലേക്ക് കയറുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ചിലരാകട്ടെ മലയിറങ്ങി വന്ന് താഴെ വിശ്രമിക്കുന്നത് കണ്ടപ്പോൾ ഭയം അല്പമൊന്ന് കുറഞ്ഞു. എന്നിരുന്നാലും എൻ്റെ സുഹൃത്ത് ചില ഭയപ്പെടുന്ന കഥകളും പറഞ്ഞുകൊണ്ട് എന്നെ അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. ഇനി വിഷയത്തിലേക്ക് കടക്കാമല്ലോ. 3 പഞ്ചായത്തുകളിലായി ഏക്കറോളം വ്യാപിച്ചു കിടക്കുന്ന ഏറ്റവും വലിയ മലയാണ് കോഴിക്കോടിൻ്റെ മീശപ്പുലി മല എന്നറിയപ്പെടുന്ന പൂങ്കുന്ന്. ഈ മലയുടെ ഏറ്റവും മുകൾ ഭാഗത്ത് കയറി ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ സിനിമാ താരം ദുൽഖർ സൽമാൻ പറഞ്ഞിരിക്കുന്ന മീശപ്പുലി മലയുടെ ഒരു രംഗം നിങ്ങൾ ഒരു സിനിമയിൽ ഓർക്കുന്നുണ്ടല്ലോ. അതേ കാലാവസ്ഥയും അതേ അന്തരീക്ഷവും അതേ സസ്യജാലങ്ങളും എല്ലാമുള്ള ഒരു സ്ഥലമാണ് ഇത്. ദിവസേന 100 കണക്കിന് ആളുകളും കൂടാതെ നിരവധി വീഡിയോസും റീൽസുകളും ചിത്രീകരിക്കാൻ വേണ്ടി നിരവധി ആളുകളുടെ തിരക്കാണ് ഇവിടെ. അതിരാവിലെയും വൈകിട്ടുമാണ് ഇവിടുത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ എത്തുന്ന ഒരു സമയം. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 1800 അടി ഉയരത്തിലാണ് ഈ മലനിര സ്ഥിതി ചെയ്യുന്നത്. ചെങ്കുത്തായ മലമുകളിൽ നിന്നും അറബിക്കടലും പശ്ചിമഘട്ട മലകളും കാണാം. കൂടാതെ സൂര്യാസ്തമയവും പ്രകൃതി സുന്ദരമായ കാഴ്ചകളും കാണാം. ശാന്തമായി അന്തരീക്ഷം ആസ്വദിക്കുവാനും കൂടാതെ ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ പുക പോലത്തെയുള്ള കോടമഞ്ഞിനാൽ നിറഞ്ഞിരിക്കുന്ന ഒരു അനുഭവം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഏകദേശം 2 കിലോമീറ്ററോളം ദൂരമുണ്ട് ഈ മലയുടെ മുകളിൽ എത്തുവാൻ. വൻ പാറകളും ചെങ്കുത്തായ ഉയർന്ന പ്രദേശങ്ങളുമാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ട്രെക്കിങ്ങിന് പറ്റിയ ഏറ്റവും അനുയോജ്യമായ ഒരു പ്രദേശം കൂടിയാണ് ഇത്. ഒരുപക്ഷെ നിങ്ങൾ ഇങ്ങോട്ടേക്ക് യാത്ര ചെയ്യുന്നുണ്ട് എങ്കിൽ നിർബന്ധമായും കുപ്പിവെള്ളം കയ്യിൽ കരുതുന്നത് ഏറ്റവും ബെറ്ററായിരിക്കും.
ഈ മലയുടെ മുകളിൽ നിന്ന് നോക്കിയാൽ അറബിക്കടലും കോഴിക്കോട് ടൗണിൻ്റെ 4 ഭാഗങ്ങളും വ്യക്തമായിട്ട് കാണുവാൻ കഴിയും. കാലാവസ്ഥ ഒന്ന് അനുയോജ്യമായ രീതിയിൽ ആണെങ്കിൽ. കൂടാതെ നിരവധി പേരാണ് സൂര്യോദയവും സൂര്യാസ്തമവും ആസ്വദിക്കാൻ വേണ്ടി ഇവിടെ എത്താറുള്ളത്. കോട പുതച്ച പുലർക്കാലങ്ങളിൽ സൂര്യൻ കുന്നിറങ്ങി വരുന്ന കാഴ്ച ആരുടെയും മനം കവരുമല്ലോ. ഉള്ളവർക്ക് ആസ്വദിക്കാൻ പറ്റിയ ഒരു ഇടവും കൂടിയാണ് ഇത്. ഈ മല നിരവധി പക്ഷികളാൽ നിറഞ്ഞിരിക്കുന്ന ഒരു ഇടവും കൂടിയാണിത്. കേരളത്തിൽ തന്നെ ഏറ്റവും അധികം പക്ഷി ഇനങ്ങൾ കാണപ്പെടുന്ന പ്രദേശങ്ങളിൽ ഒന്നാണ് എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ ഏകദേശം 1.5 കിലോമീറ്റർ യാത്ര ചെയ്ത് മുകളിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതാണ് പ്രധാന വ്യൂ പോയിൻ്റുകളിൽ ഒന്ന്. നിരവധി പേർ ഈ മരത്തിൻ്റെ മുകളിൽ കയറിയും അങ്ങും ഇങ്ങുമായി നിന്ന് വീഡിയോകൾ ചിത്രീകരിക്കാറുണ്ട്. ശക്തമായ കാറ്റാണ് ഇവിടെ. അല്പം ഒന്ന് കാലൊന്ന് ഇടറിയാൽ താഴെ എടുക്കുവാൻ പോലും കഴിയാത്ത അത്രത്തോളം വലിയ താഴ്ചയാണ് ഇവിടെ. ഇന്നത്തെ ഒട്ടുമിക്ക റീൽസുകളിലും ഹീറോയാണ് ഈ കാണുന്ന മരം. നിരവധി ആളുകളാൽ സമ്പന്നമാണ് ഇപ്പം ഇവിടെ. തൊട്ടു മുമ്പ് തന്നെ ഒരു ചെറിയ കട. എനിക്ക് തോന്നുന്നത് ഈ അടുത്തെങ്ങാണ്ട് തുടങ്ങിയ ഒരു കച്ചവടമാണ് എന്ന് തോന്നുന്നു. താഴെ നിന്ന് മനുഷ്യൻ കയറി വന്നിരുമ്പോഴത്തേക്കും ഒരു വിധത്തിലാകുമല്ലോ. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇവിടെയുള്ള ഒരു വ്യക്തി കച്ചവടം തുടങ്ങിയത്. അല്പം മുന്നോട്ടേക്ക് പോയപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചിരിക്കുന്ന പോലെ മഴയൊന്ന് പെയ്യാൻ തുടങ്ങി. അപ്പോഴാണ് എൻ്റെ സുഹൃത്ത് പറഞ്ഞ കാര്യം ഓർമ്മ വന്നത്. ഒരു ഭാഗത്ത് മാത്രം മഴ, ദാ ഈ കാണുന്ന ഭാഗത്ത്. നാം നിൽക്കുന്നതിനെക്കാട്ടും എത്രയോ താഴെ നിന്നാണ് മഴ പെയ്യുന്നത്. എന്നാലോ ഇടതുവശത്ത് ആകട്ടെ മഴയില്ല, നല്ല വെയിൽ. ഈ ഭാഗങ്ങളിലെല്ലാം നല്ല വെയിലാണ്, മഴയുടെ ഒരംശം പോലും ഇല്ല. അവിടെ അല്പം വിശ്രമിച്ചിട്ട് പിന്നെയും ഞങ്ങൾ മല കയറുവാൻ തീരുമാനിച്ചു. ഇവിടെ എത്തിയപ്പോൾ മഴയുടെ ഒരു അംശം പോലും ഇല്ല. മഴ പെയ്തിട്ട് ഏകദേശം ഒരു 2 മണിക്കൂർ ആയ ഒരു അന്തരീക്ഷമാണ് ഇവിടെ. എന്നാൽ തൊട്ട് താഴത്താണെങ്കിലോ നല്ല മഴയും. അങ്ങ് ദൂരെ കാണുന്ന ഭാഗമാണ് കോഴിക്കോടും അതുപോലെ തന്നെ ചെറിയ ബിൽഡിങ്ങുകൾ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, കോഴിക്കോട് ടൗണാണിത്. അതിന് അപ്പുറമാണ് അറബിക്കടൽ സ്ഥിതി ചെയ്യുന്നത്. കാലാവസ്ഥ അല്പം മോശമായതുകൊണ്ട് വ്യൂ അല്പം കിട്ടുന്നില്ല. ഇതാണ് നാം പറഞ്ഞ കോഴിക്കോടിൻ്റെ മീശപ്പുലിമലയുടെ വ്യൂ പോയിൻ്റ്. സദാസമയവും കോടമഞ്ഞിനാൽ നിറഞ്ഞിരിക്കുന്ന ഒരു ഇടം. ശക്തമായ കാറ്റുണ്ട്. ഇവിടെ വച്ച് നിരവധി റീൽസുകളും ഫോട്ടോഷൂട്ടുകളും എടുക്കുന്നത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടല്ലോ. എൻ്റെ സുഹൃത്താകട്ടെ ഷമീർ കട്ടിപ്പാറ ഇങ്ങനെയുള്ള മലകയറ്റത്തിന് ഏറ്റവും ബെറ്ററായ ഒരു വ്യക്തിയാണ്. അദ്ദേഹം പറഞ്ഞ് ഇനിയും 3 മല നമുക്ക് കയറുവാനുണ്ട്. സദാസമയം കാലാവസ്ഥ മാറുന്ന ഒരു ഇടമാണിത്. ഏകദേശം 4 മലയോടെ ഞങ്ങൾ കയറി കഴിഞ്ഞു. ഓരോ മലയിലും ഓരോ വ്യത്യസ്തമായ കാലാവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ടേക്കുള്ള മലകയറ്റം അല്പം ദുഷ്കരമാണ് എന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. അങ്ങ് ദൂരെ കാണുന്ന ഭാഗം നാം 1 മണിക്കൂർ മുമ്പേ കയറി വന്ന ഇടമാണ്. ഏകദേശം 2-2.5 മണിക്കൂർ വേണം ഇനി താഴോട്ടേക്ക് ഇറങ്ങുവാൻ.
കോഴിക്കോടിൻ്റെ മീശപ്പുലിമല അഥവാ പൊൻകുന്നുമല നിരവധി കാലാവസ്ഥകളാൽ മാറി മറിയുന്ന ഒരു ഇടവും കൂടിയാണിത്. ഓരോ സ്ഥലത്ത് എത്തുമ്പോഴും അവിടുത്തെ അന്തരീക്ഷം നമുക്കൊന്ന് തൊട്ടറിയുവാൻ കഴിയും. ഏകദേശം 3/4 ഭാഗോളം കയറി കഴിഞ്ഞപ്പോൾ ഒരു തണുത്ത കാറ്റ് വീശി. അപ്പോഴാണ് കൂട്ടത്തോടെ കോടമഞ്ഞ് ഒരു വരവ്. ഈ മഞ്ഞൻ ഒരു പ്രത്യേക വൈബാണ് നമ്മുടെ ശരീരത്തിലൂടെ ഒന്ന് തട്ടി ഒരുമി പോകുമ്പോൾ. അങ്ങനെ ഞങ്ങൾ ഉദ്ദേശിച്ച മീശപ്പുലിമലയുടെ വ്യൂ പോയിൻറ്റിലേക്ക് ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. ചുറ്റും കോടമഞ്ഞിനാൽ നിറഞ്ഞിരിക്കുന്നു. ദൂരെയുള്ള കാഴ്ചകളെല്ലാം മങ്ങിത്തുടങ്ങി. ഇവിടെ വെച്ച് ഞങ്ങൾ യാത്ര അവസാനിപ്പിക്കാൻ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ യാത്രയുടെ ഉടനീളം എൻ്റെ സുഹൃത്തായിരുന്ന ഷമീറിന് 1000 നന്ദി പറഞ്ഞു. ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ അദ്ദേഹത്തിന് ഒരു പ്രത്യേക വൈബാണ് യാത്ര ചെയ്യുവാൻ.